റവന്യൂ ഓഫീസറായിട്ടുള്ള വനിതയെ അവർക്ക് ഹൈക്കോടതിയിൽ നിന്നുള്ള ചോദ്യത്തിന് മറുപടിയായി അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കോടതിക്ക് കയറുന്നതിന് കൊടുക്കേണ്ട മറുപടിയായി തലഞ്ഞും വിലഞ്ഞും ഇവിടെ ഞങ്ങൾ മുതലായ ബോർഡുകൾ വെക്കുന്നവരാണ്. പക്ഷെ ഒരു യാത്രാ ബോർഡ് വെച്ചിട്ടില്ല, ആർക്കും ഒരു മാർഗദർശനം ഉണ്ടാക്കിയില്ല. ഇവിടെ ഉദ്യോഗസ്ഥരെ തലഞ്ഞു സ്ഥലമാക്കിയില്ലേ? ആരെങ്കിലും പറഞ്ഞാണോ? ഇവിടെ എന്താ നടത്തിയത്? നിങ്ങൾ ഇവിടെ തലേദിവസം പോയി പ്രസംഗം നടത്തുന്നു, നാളെ ഒറ്റ ഉദ്യോഗസ്ഥരെ എല്ലാവരും ജോലി ചെയ്യുന്നവരും കൃത്യമായി അവരുടെ സീറ്റിൽ നിന്ന് 10 തൊട്ട് 5 വരെ ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കും, അഴിമതി ഞങ്ങളുടെ വികാരത്തോടെ എടുത്തു. വളരെ നല്ല കാര്യം, ജീവനക്കാർ പണിയെടുക്കേണ്ടവരാണ്. പക്ഷെ ജീവനക്കാരി പണിയെടുത്തപ്പോഴോ അടുത്ത ദിവസത്തെ വാർത്ത അവരെ അവിടെ വേറൊരുത്തേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. അല്ലാതെ ഇത് നടത്തുന്നതെന്ന് പറയുന്നത് മതിയില്ല. പക്ഷെ ഇനി ഭയങ്കരമായി കവല പ്രസംഗം നടത്തുന്നതാണ് ഇപ്പൊ കൗൺസിൽ യോഗത്തിൽ വന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ എനിക്കാണ് സോഷ്യൽ മീഡിയയിലെ ട്രോളുകളോ പലതൊക്കെയാണ് ലക്ഷ്യമെങ്കിൽ അത് കൈവച്ചിരിക്കുക. ഞാൻ സോഷ്യൽ മീഡിയ ആശ്രയിച്ച് ജീവിക്കുന്ന ആളല്ല. ഇത്തരത്തിലുള്ള പ്രവണതകൾ ബഹുമാനപ്പെട്ട മേയർ അനുവദിക്കാൻ പാടില്ല. കാരണം ഇത് പ്ലാൻ ഫണ്ടിന്റെയോ ഓൺ ഫണ്ടിന്റെയോ കൺസേൺ ഒന്നുമല്ല. ഇത് അനുവദിച്ചപ്പോൾ LDF കൗൺസിലറായിരുന്നു, ഇംപ്ലിമെന്റേഷൻ സമയത്ത് BJP കൗൺസിലറായിരുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാലുള്ളത്. ഇപ്പോൾ അത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ കൗൺസിലർ പറയും ഞാനായിട്ട് പാസ്സാക്കി, ഇന്നത്തെ കൗൺസിലർ അത് ചെയ്യാൻ പറ്റാതെ മാറ്റി വയ്ക്കുമ്പോൾ പറയും ഇന്നത്തെ കൗൺസിലർ വന്നപ്പോൾ ഇത് നടന്നില്ല എന്ന്. അപ്പൊ അന്ന് ചെയ്തതിന്റെ ക്രെഡിറ്റ് CPM-ന് കിട്ടുക, LDF-ന് കിട്ടുകയും വേണം. ഇന്ന് ചെയ്യാത്തതിന്റെ പേര് ദോഷം BJP-യുടെ കൗൺസിലർ, അവിടെ ജയിച്ച കൗൺസിലർ അനുഭവിക്കുകയും വേണം. ഇതാണോ നാടിന്റെ വികസനത്തിനുള്ള കാഴ്ചപ്പാട്? ഇത്തരത്തിലാണോ നാടിന്റെ വികസനം നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു, വലിയതുറ തീരദേശ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു. കെട്ടിടത്തിന്റെ ചോർച്ച പരിഹരിക്കുന്നതിനാണ് വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുകയാണ് പ്ലാൻ ഫണ്ട് വരട്ടെ, മാർച്ച് മാസം കഴിയട്ടെ, പ്രോജക്റ്റ് ആക്കട്ടെ, അതിന്റെ ടെൻഡർ നടക്കട്ടെ എന്ന് പറഞ്ഞു വെക്കണമോ? അതാ ഹോസ്പിറ്റൽ പോലെ അടിയന്തരമായിട്ട് ഇത്രയേറെ രോഗികൾ, അതും വലിയതുറ പോലെയുള്ള തീരദേശ പ്രദേശത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എത്തുന്ന ആ സ്ഥലത്ത് ആ പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയിട്ട് മരാമത്ത് കമ്മിറ്റി അവരും ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ചെയ്തു എന്നാണല്ലോ നിങ്ങൾ അവകാശപ്പെടുന്നത്. രവികുമാർ പറഞ്ഞത്, പക്ഷെ അതൊരു 6 മാസം മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ നടന്നു പോയത്. കാരണം അല്ല, ഞാനിത് സൂചിപ്പിക്കുക ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. അല്ലേ നിങ്ങൾക്ക് മാത്രം എന്റെ പേര് പറയാൻ തിരിച്ചു കേട്ടപ്പോ നോക്കണം. ഒന്നിരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. ഞാനീ പറയുന്നത് ഇതെല്ലാം പാസ്സാക്കിയത്, ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം പാസ്സാക്കിയിരിക്കുന്നത് 30/10/2025. ഇത് ആരുടെ ഭരണസമിതിയായിരുന്നു? ഈ പറഞ്ഞ വെള്ളാർ വാർഡിൽ അന്ന് കൗൺസിലർ ആരായിരുന്നു? അന്നത്തെ കൗൺസിലർ അവിടെ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി. മാത്രമല്ല, കഴിഞ്ഞ 4 വർഷവും വളരെ അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പദ്ധതിയായിരുന്നു പോർട്ട് ഹോം ബിൽഡിംഗ്, അല്ലേ? റോഡിന്റെ കുഴിയടക്കൽ പദ്ധതി. ശീലം ഗിരി വരുത്തി വരിക. ഞാൻ ഈ അജണ്ടകളിൽ ഏതെങ്കിലും എതിർത്തോ? ഏതെങ്കിലും വേണ്ട എന്ന് പറഞ്ഞു? വ്യക്തത വരുത്തണം. പ്ലാൻ ഫണ്ടാണോ ഓൺ ഫണ്ടാണോ എന്ന് ദയവായി അജണ്ടകൾ അടിച്ചു വരുമ്പോൾ അതൊന്ന് വ്യക്തത വരുത്തണം.